ശരി, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, ഇത് റൂം 32-ലെ പേഷ്യന്റ് അല്ലേ? ഏയ് ഹലോ, നിങ്ങളുടെ റൂം 32 അല്ലേ? ഒന്ന് പോട് ചേർക്ക അവിടുന്ന്. 32 റൂമും കൊണ്ട് ഞാൻ ഇതെന്താക്കുവാനാ? എനിക്കാകെ ഒരു റൂമാണുള്ളൂ, അതെന്റെ സുലൈമാനിക്കാന്റെ വീട്ടിലുണ്ട്. അതല്ല, നിങ്ങളുടെ റൂം നമ്പർ 32 അല്ലേ എന്ന്. തനിക്കെന്താടോ വട്ടാണോ? ഈ റൂമിനൊക്കെ ആരെങ്കിലും നമ്പർ ഇടുമോ? അത് ഫോണിനല്ലേ ഇടുക, ഈ ഫോണിലല്ലേ വിളിക്കുക. ഈ റൂമിന് ആരാ നമ്പർ അടിച്ച് വിളിക്കുന്നത്? ഇതെന്ത് പെണ്ണുങ്ങളോ? അതല്ല ഞാൻ ചോദിച്ചത്. നീ ഒന്നും ചോദിക്കണ്ട. നീ എന്നാ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിക്കേ. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവസാനം നീ എന്റെ ഫോൺ നമ്പറിനല്ലേ ചോദിക്കുന്നത്? ഇങ്ങനെ കാണാൻ മുഞ്ചുള്ള പെൺകുട്ടികളോടൊക്കെ ഫോൺ നമ്പർ ചോദിക്കാൻ തനിക്ക് ഉളുപ്പില്ലേ? ഞാനൊരു ഡോക്ടറാണ്. അതിന്? അതല്ല, ഞാൻ പരിശോധിക്കുന്ന രോഗികൾ ഓരോരോ റൂമിലാണുള്ളത്. ആ ഓരോരോ റൂമിനും ഓരോരോ നമ്പറാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റൂമിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. അതിന് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല എത്രയാ നമ്പർ എന്ന്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ 32-ാം റൂമിലെ പേഷ്യന്റ് ആണെന്നാണ്. നിങ്ങൾ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ വൈഫല്ലേ? അല്ല, അയാളുടെ ഭാര്യയാണ്. അത് തന്നെയാ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ 32-ാം റൂമിലെ പേഷ്യന്റ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇത് എവിടത്തേക്കാണ് പോകുന്നത്? അപ്പോൾ നിങ്ങളാണോ എന്നെ ചികിത്സിച്ച ഡോക്ടർ? യെസ്, ഞാൻ തന്നെയാണ്. ഓഹോ, നിങ്ങളായിരുന്നുല്ലേ? അല്ല, നിങ്ങൾ ആരാണ് ആ റൂമിൽ നിന്നും പുറത്തിറക്കിയത്? ആരും ഇറക്കിയതല്ല ഡോക്ടറെ, എനക്ക് ചിരി സഹിക്കാൻ പറ്റിയിട്ട് ഞാൻ ഇങ്ങ് ഇറങ്ങി വന്നതാ. അതിന് മാത്രം എന്നാ ഇങ്ങനെ ചിരിക്കുവാനുള്ളത്? ഇതെന്ത് ചോദ്യാ ഡോക്ടറെ ചോദിക്കുന്നത്? ഡോക്ടർ ഇപ്പോൾ എന്നെ ഇവിടെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാക്കിക്കൂടെ ഞാൻ ചത്തിട്ടില്ലാന്ന്? എന്ത്? ആ കരടി വരും മുന്നേ ഞാൻ ഇങ്ങ് എഴുന്നേറ്റിക്ക് ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ ചത്തിട്ടില്ല. ഇവർ ഇതെന്തൊക്കെയാ പറയുന്നത്? അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിനോ? അതൊക്കെ സുലൈമാനിക്ക് എനിക്ക് പറഞ്ഞു തന്നിനി. ഞാൻ തലയടിച്ച് വീണത് കൊണ്ട് എനിക്ക് ബോധമില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. നിങ്ങൾ ഇത്രയും സമയം ഈ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്? അല്ല, കാട്ടിലായിരുന്നു. ഹേയ്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെങ്ങനെയാ താൻ പറയുക? ഞാനല്ലേ കാട്ടിലുണ്ടായിരുന്നത്, പിന്നെ താനെങ്ങനെയാണ് ഉറപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലുള്ളതെന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ ഇത് ആരെ കാര്യമാ പറയുന്നത്? അതെന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു ഞാനില്ലേ, ആ എന്റെ കാര്യം തന്നെ. സ്വപ്നത്തിലത്തെ കാര്യമായിരുന്നോ? അധികം ഇവരോട് സംസാരിക്കണ്ട, ചിലപ്പോൾ വട്ട് കേസായിരിക്കും. എന്റെ സ്വപ്നത്തിലുള്ള എല്ലാവരും ഓരോരു കാരണത്താൽ ചത്തുപോയിരുന്നു. അങ്ങനെ അവസാനമാണ് ആ കരടി വന്നത്. എന്നെ ആ കരടി പിടിച്ചു കൊല്ലാൻ പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിങ് എഴുന്നേറ്റു. പിന്നെ അല്ലേ മനസ്സിലായത് ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന്. ഓ, സുലൈമാൻ. സുലൈമാനിക്ക, എന്റെ സുലൈമാനിക്ക, ഞാൻ ആ സ്വപ്നത്തിന്റെ കാര്യം ഡോക്ടറോട് പറയുകയായിരുന്നു. എന്റെ അല്ലോ, അതെനിക്ക് ആലോചിച്ചിട്ട് ഇപ്പോഴും ചിരി നിർത്താനാകുന്നില്ല. ഹലോ സുലൈമാൻ. അല്ല സുലൈമാനെ, ഈ പെണ്ണുങ്ങൾ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? ഏകദേശം ഇങ്ങനെ തന്നെ, എന്നാലും ഇതിലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ചിരി കൂടുതലായിട്ടുണ്ട്. തലക്കല്ലേ അടികൊണ്ടത്, ചിലപ്പോൾ ചെറിയ പ്രശ്നമുണ്ടാകും. എന്ത് പ്രശ്നം? നീ ടെൻഷൻ ആവണ്ട, അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്. എന്താ ഡോക്ടറെ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്ക്. എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഹേയ്, അത് വേണ്ട, അത് കുറച്ച് ദൂരെയല്ലേ. ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും 2 ദിവസം റൂം എടുത്ത് മാറി നിൽക്ക്. റൂം എടുക്കുവാനോ? ഇതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ 2 ദിവസം മാറി നിന്നാൽ അവൾ നോർമലാകും. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ, ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് അവളുടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ 2 ദിവസം അവിടെ പോയി നിൽക്ക്. എന്നാൽ അങ്ങനെ ചെയ്യാം. അല്ല, അത് അവളുടെ അകന്ന ബന്ധുവാറ്റുമാണോ? അവൾക്ക് ടെൻഷനാകുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകരുത്. അല്ല ഡോക്ടർ, അത് അവളുടെ സ്വന്തം സിസ്റ്ററുടെ വീടാണ്. എന്നാൽ ഒരു പ്രശ്നവുമില്ല, അവിടെ തന്നെ നിൽക്കട്ടെ 2 ദിവസം. എന്നാൽ നടക്ക്, ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തരാം. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അവിടത്തേക്ക് മാറിക്കോ. ശരി ഡോക്ടർ. പിന്നൊരു കാര്യം, ഈ 2 ദിവസം അവളെ നന്നായി ശ്രദ്ധിക്കണം. അവൾക്ക് ടെൻഷനാകുന്ന കാര്യങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഇല്ല ഡോക്ടർ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. എന്നാൽ വരൂ. എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ രമണി. കുഞ്ഞാമി, സമയത്തിന് മരുന്നൊക്കെ കഴിക്കണേ. അതൊക്കെ ഞാനങ്ങ് കഴിക്കും. എന്നാൽ ശരി, നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ. മമ്മി, അവരെവിടെയാ പോകുന്നത്?
അത് കുഞ്ഞാമി 2 ദിവസം അവളുടെ സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന. അതെന്തിനാ മമ്മി? അത് ഡോക്ടർ പറഞ്ഞതാണ് മോനെ, ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും 2 ദിവസം താമസിക്കുവാൻ. അപ്പോൾ ഏന്റി ഈ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്? യെസ് യെസ്, അയാം താമസിക്കാൻ അയാം പോകുന്നു, അയാം ഹോസ്പിറ്റലിന്റെ അടുത്ത്. മമ്മി മമ്മി, എന്നാൽ ഞാനും പോകട്ടെ അവരുടെ കൂടെ? എന്ത്, നീ പോകട്ടെ എന്നോ? ആ മമ്മി, പ്ലീസ് മമ്മി, ഞാനും പോയിക്കോട്ടെ. ഹേയ്, വേണ്ട വേണ്ട, പ്ലീസ് മമ്മി. നിന്നോടല്ല ഡൈക്രു വേണ്ടാന്ന് പറഞ്ഞത്. ഹേയ്, അവൻ വന്നോട്ടെ രമണി. ഹേയ്, അത് വേണ്ട സുലൈമാനെ, അത് മോശമാണ്. എന്നാ മമ്മി പ്ലീസ്, നീ ഒന്ന് മിണ്ടാതിരുന്നേ. എന്താ രമണി, അവൻ വന്നോട്ടെ. അത് തന്നെ, അവൻ വന്നോട്ടെ രമണി. ഹേയ്, അത് വേണ്ട, അവൻ അവിടെ വന്നിട്ട് വല്ല വികൃതിയും കാണിക്കും. ഇല്ല മമ്മി പ്ലീസ്, ഞാൻ അടങ്ങിയിരിക്കും. വികൃതി കളിക്കാൻ അവൻ അവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അവൻ അവിടെ അടങ്ങിയിരിക്കും. ആര് പറഞ്ഞു ഫ്രണ്ട്സ് ഇല്ലെന്ന്? ഉണ്ടോ? പിന്നല്ലാതെ, ആ സൽമാന്റെ വീട് അതിന്റെ അടുത്ത് തന്നെയല്ലേ? ആഹാ, പറയും പോലെ അവന്റെ വീട് അതിന്റെ അടുത്ത് തന്നെയാണല്ലോ. ഏടാ ഇക്രു, വെറുതെ അല്ല നീ വാശി പിടിക്കുന്നതില്ലേ. പ്ലീസ് അങ്കിൾ, ഒന്ന് എന്നെയും കൂടെ കൂട്ട്. രമണി, എന്തായാലും സാരമില്ല, അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ. അല്ല സുലൈമാനെ, അത് പിന്നെ നീ ഒന്നും പറയണ്ട, അവൻ വന്നോട്ടെ. ജയിച്ചു ജയിച്ചു. പരീക്ഷക്കാ അത് തോറ്റു. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വല്ല കുരുത്തക്കേടും കളിച്ചിക്കത് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിനക്കറിയാലോ. ഇല്ല മമ്മി, ഞാൻ ഒരു കുരുത്തക്കേടും കളിക്കില്ല. നീ പേടിക്കണ്ട രമണി, ഞാനില്ലേ. അതുകൊണ്ട് തന്നെ അവൾ പേടിക്കുന്നത്. എന്നാൽ ശരി, നീ പോട്. അല്ല, അപ്പോൾ നിന്റെ സ്കൂളിലൊന്നും പോകണ്ടേ? നാളെ സൺഡേ അല്ലേ മമ്മി, സൺഡേ ആരെങ്കിലും സ്കൂളിൽ പോകുമോ? അതും കൂടെ അറിയില്ല ഈ രമണിക്ക്. അല്ല, നിനക്കറിയാമോ? ആ, എനിക്കറിയാം. എന്നാ പറ, സൺഡേ എന്ന് പറഞ്ഞാൽ എന്നാ? ഈ സുലൈമാനിക്കാന്റെ ഓരോരു ചോദ്യം. ഈ സൺ എന്ന് വെച്ചാൽ എന്നാ സുലൈമാനിക്ക? സൂര്യൻ. ആ, ഈ ഡേ എന്ന് വെച്ചാൽ എന്നാ? ഡേ എന്ന് വെച്ചാൽ ദിവസം. ആ, അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യ ദിവസം. അതായത് നാളെ സൂര്യഗ്രഹണമാണ്, അതുകൊണ്ട് സ്കൂളില്ലാന്ന്. എന്റെ കുഞ്ഞാമി, എന്താ സുലൈമാനിക്ക? നീ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും സംസാരിക്കരുതേ. അതെന്താ സുലൈമാനിക്ക? വേറൊന്നും കൊണ്ടല്ല, നിന്റെ മണ്ടത്തരം കൊണ്ടെന്നെ. അതിന് ഞാൻ മണ്ടത്തരമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ പൊട്ടത്തരമാ പറഞ്ഞിട്ടുള്ളൂ. മോനെ ഇക്രു, നീ നിന്റെ ഏന്റിയുടെ മണ്ടത്തരം കേട്ടൊന്നും പഠിക്കണ്ടേ? ഇല്ല അങ്കിൾ, ഇതുപോലത്തെ മണ്ടത്തരമൊന്നും ഞാൻ പഠിക്കില്ല. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ. എന്നാൽ രമണി, നീ വീട്ടിലേക്ക് വിട്ടോ. ആ, നിങ്ങൾ എങ്ങനെ പോവുക? ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അതിൽ പോകും. ഹായ്, എന്നാൽ വേഗം വാ അങ്കിൾ, നമുക്ക് പോകാം. ചെറുക്കന് തിരക്കായി. ചെറുക്കൻ്റെ ഓരോരു കാര്യം. എന്നാൽ ശരി, ഞാൻ പോവുകയാണ്. ഡൈക്രു, എല്ലാം പറഞ്ഞത് ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട് മമ്മി, പിന്നെയും പറഞ്ഞോണ്ട് നിൽക്കണ്ട. നീ എന്തിനാടി ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ കിക്കി എന്ന് പറയുന്നത്? എന്റെ അല്ലോ, ഇവളോടാ ഞാൻ പറഞ്ഞത്, അതിലും നല്ലത് ബായും പൂട്ടി നിൽക്കുന്നതാ. എന്നാൽ ശരി, വാ അങ്കിൾ, ഇനി നമുക്ക് പോകാം. നീയും ഗോ, ഞാനും ഗോ, സുലൈമാനിക്കും ഗോ. അവിടുന്ന് പശു ചിരിക്കും പോലെ ചിരിക്കാണെങ്കിൽ നടക്ക് പോത്തെ. എന്നാൽ ഓക്കെ, താൻ വിട്ടോ. ഓനെത്രയാ സുലൈമാനിക്ക പൈസ വാങ്ങിയത്? 50 രൂപ അങ്ങ് വാങ്ങിക്കവൻ. എന്റെ പഠിച്ചുനീ, താരക്കാ വരുന്നത്? എടി കുഞ്ഞമ്മി, കുഞ്ഞിപ്പാത്ത. അല്ലപ്പാ, നിന്നെ ഇത് എത്ര കാലായിപ്പ കണ്ടിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിയാ. ആ, എടാ ഇക്രു, നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായിനോ? ഇതാണ് കുഞ്ഞാമിയുടെ സഹോദരി കുഞ്ഞിപ്പാത്തു. എനിക്കറിയാം അങ്കിൾ, അല്ലെങ്കിൽ തന്നെ അവരെ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ, രണ്ടുപേരും ഒരുപോലെയുണ്ട്. എന്നാൽ വാപ്പാ, വീട്ടിൽ കയറി നീ ഇന്ന് ചോറ് വെച്ചിട്ടാ പോകണ്ടു. അതിനാര് പോകുന്നു? ഞാൻ ഇവിടെ 2 ദിവസത്തേക്ക് താമസിക്കാൻ വന്നതല്ലേ. 2 ദിവസത്തേക്ക് താമസിക്കാൻ വന്നതാ? കുഞ്ഞിപ്പാത്തോ, ഇവളി 2 ദിവസം ഇവിടെ ഉണ്ടാകും. ആണോ സുലൈമാനെ? അല്ല, ഇവളെന്തിനാ 2 ദിവസത്തേക്ക് വന്നത്? അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. അല്ലപ്പാ, ഇതാരാ നിങ്ങളുടെ കൂടെയുള്ളൊരു ചെറുക്കന്? അതാ, അത് ഇക്രു.
ഏത് പക്രു? പക്രു അല്ലടി, ഇക്രു, നമ്മുടെ രമണിയുടെ മകൻ. ഓ ആണപ്പാ, അവനങ്ങ് വലുതായി പോയല്ലോ. ഹായ് ആന്റി. ഹായ്. ഇങ്ങളോടല്ല. ഹായ് ആന്റി, ഞാൻ ഇക്രു. എന്നാ ബാമോനെ ഇക്രു, നമുക്ക് ഭക്ഷണം കഴിക്കാലാ. എന്നാ പിന്നെ എല്ലാരും അങ്ങ് നടക്കേ. അതന്നെപ്പാ. നല്ല ബിറ്റുണ്ട് ഈ ഫോട്ടോ കാണാൻ. എന്റെ പഠിച്ചോനെ, ഈ പെണ്ണിനിതിപ്പോൾ ശരിക്കും പട്ടാണോ? ഇങ്ങനെയാണ് കുഞ്ഞിപ്പാത്തു കാര്യങ്ങള്. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അതുകൊണ്ടാണ് ഡോക്ടർ 2 ദിവസം കൂടി ഇവളെ ശ്രദ്ധിക്കുവാൻ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഇവളെ ഇപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. നല്ലോണം ശ്രദ്ധിക്കണം. അവൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ഉണ്ടാക്കരുത്. ആണോ? എന്നാൽ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചോളാം. പക്ഷേ എനിക്ക് എത്ര ശ്രദ്ധിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്ത്? അല്ല അങ്കിൾ, ഇവരുടെ മുഖത്തുള്ള ഈ കറുത്ത കുത്തല്ലാതെ ഇവർ തമ്മിൽ വേറൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ലല്ലോ. നീ കണ്ടിട്ടില്ല ഡൈക്രു? ഇല്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ ഉണ്ടടാ. എന്ത് വ്യത്യാസം? ഞാനൊന്നും കാണുന്നില്ലല്ലോ. അതെ വ്യത്യാസം ഞാനും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? ഇല്ല കുഞ്ഞാമി, ഞാൻ കണ്ടിട്ടില്ല. വേറെന്ത് വ്യത്യാസമാ നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ആ കണ്ടോ? എന്ത് കണ്ടോന്ന്? നിങ്ങൾ ഇങ്ങനെ വായുമ്പോൾ നിന്നതല്ലേ? അതന്നെ, നീ എന്തിനാടി വായുമ്പോൾ നിന്നത്? മണ്ടന്മാർ, അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ? നീ എന്താടി കുഞ്ഞാമി പറയുന്നത്? എന്റെ സുലൈമാനിക്ക, എന്റെ വായിൽ 2 പല്ലില്ല. അതുകൊണ്ടെന്താ കുഞ്ഞാമി? അത് തന്നെയാ സുലൈമാനിക്ക ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്റെ വായിൽ 2 പല്ലില്ല, പക്ഷെ എനക്കില്ലാത്ത ആ 2 പല്ലും അവളുടെ വായിലുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഒന്നും ശ്രദ്ധിക്കൂല ഈ സുലൈമാനിക്ക. എന്റെ പഠിച്ചോനി, ഇവൾക്ക് ശരിക്കും പട്ടു തന്നെയാ. ഇവളെ ഞാൻ 2 ദിവസം ഇതെങ്ങനെ സഹിക്കാനാപ്പാ? അങ്ങനെയാണില്ലേ കുഞ്ഞാമി? അങ്ങനെ തന്നെയാ സുലൈമാനിക്ക. അവൾ പറയുന്നത് എന്തും തൽക്കാലം ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കാം. അവൾക്ക് സങ്കടമാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. നിങ്ങളെന്നാ സുലൈമാനിക്ക പെറുപെറുക്കുന്നത്? ഒന്നുമില്ല കുഞ്ഞാമി. എന്നാ കുഞ്ഞി പാത്തു, ഇനി ചോറങ്ങെടുക്ക്. എല്ലാരും പേര് ചോറ് തിന്നിട്ടാകാം ബാക്കി പരിപാടികൾ. അല്ല സുലൈമാനെ, അവളെന്തപ്പാ ഇങ്ങനെ ചിരിക്കുന്നത്? അവൾക്ക് ശരിക്കും പട്ട് തന്നെയാണോ? വട്ടൊന്നുമില്ലടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളൊരു സ്വപ്നം കണ്ട കാര്യം. ആ സ്വപ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കൊണ്ടുള്ള സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. അയ്യോ അങ്കിൾ. എന്താടാ? അങ്കിൾ, ഇത് ഏന്റി തന്നെയാണ്. നിങ്ങൾ പറയുന്ന കുഞ്ഞി പാത്തു അല്ല. നീ എന്താടാ ഈ പറയുന്നത്? അങ്കിൾ അത് നോക്ക്, അവരുടെ മുഖത്ത് ആ കറുത്ത കുത്ത് കാണുന്നില്ല. അതാണോ നിന്റെ പ്രശ്നം? എടി കുഞ്ഞിപ്പാത്തുവോ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, ഇപ്പോൾ ആ കുത്ത് വന്നേ. എടാ പൊട്ട, ആ കുത്ത് നേരത്തെ അവിടെ തന്നെയുണ്ട്. അവൾ തിരിഞ്ഞു നിന്നപ്പോൾ അത് മറഞ്ഞത് കൊണ്ട് നിനക്ക് മനസ്സിലാക്കേറ്റാണ്. ഇവൻ വിചാരിച്ചത് ഞാൻ കുഞ്ഞാമിയാണെന്നാ? അവൻ അങ്ങനെയാ കരുതിയത്. എന്താടാ പക്രു നീ കളിക്കുന്നത്? പക്രു അല്ല, ഇക്രു. ആപ്പാ, ബാബാ ചോറ് ബേക്ക. നീ വാടാ ഇക്രു, നമുക്ക് ഭക്ഷണം കഴിക്കാം. കാണുന്നില്ലല്ലോ. എന്താടാ ഇക്രു നീ ഇങ്ങനെ നോക്കുന്നത്? അത് സൽമാൻ വരുന്നുണ്ടോന്ന് നോക്കുകയാ ഞാൻ. സൽമാനിയോ? അതിന് സൽമാന് നീ ഇവിടെയാണുള്ളതെന്ന കാര്യം അറിയാമോ? അറിയാമോ എന്നോ? അവനത് നേരത്തെ സൽമാനെ വിളിച്ചു പറഞ്ഞിനി. ഓ, അപ്പോൾ വെറുതെ അല്ല അവൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എടാ ഇക്രു, സൽമാൻ വരുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അവനും നീയും കൂടെ ചേർന്ന് വല്ല കുരുത്തക്കേടും ഒപ്പിച്ചാൽ ആ സമയം നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞേക്കും. മനസ്സിലായോ? ആ അങ്കിൾ, ഞങ്ങൾ ഒരു കുരുത്തക്കേടും കളിക്കില്ല. കളിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്കിൾ, സൽമാൻ വന്നു. വന്നോ? ഡാ സൽമാനെ, വാ വാ കയറി. ഹേയ്, കയറുന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഇവൻ വിളിച്ചപ്പോൾ വെറുതെ വന്നതാണ്. ഡാ കയറടാ. എവിടെ? അത് കുഞ്ഞി പാത്തു വെച്ചതായിരിക്കും. എന്ത് കയറ് തന്നെ? നീയല്ല അവന്റെ കയറുണ്ടെന്ന് പറഞ്ഞത്. എന്റെ ഏന്റി, ഞാൻ കയറുണ്ട് എന്നല്ല പറഞ്ഞത്. ആ സൽമാന്റെ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞതാ. അങ്ങനെയേനു?
എന്റെ സുലൈമാനിക്ക് അങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അവൻ കയറുള്ള കാര്യമല്ല പറഞ്ഞത്, ആ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറി വന. അതിന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. നീ തന്നെയല്ലേ ഓരോരു മണ്ടത്തരം വിചാരിച്ചത്. രണ്ടുപേരും എന്നാ കുശി കുശി പറയുന്നത്? അത് പിന്നെ അങ്കിൾ. എന്താ? അത് അങ്കിൾ, ഞങ്ങൾ കളിക്കുവാൻ പോയിക്കോട്ടെ? ഹോ, അതാണോ ഇങ്ങനെ കുശ് 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 എന്ന് പറയുന്നത്? പ്ലീസ് അങ്കിൾ, ഞാൻ വേഗം വരും. വേണ്ട വേണ്ട, പുറത്ത് നല്ല വെയിലും ചൂടുമുണ്ട്. പ്ലീസ് അങ്കിൾ, ഞങ്ങൾ തണലത്തിരുന്ന് കളിച്ചോളാം. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാൽ പോയി കളിച്ചോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഈ സുലൈമാനിക്ക് എന്താ കളിച്ചോന്ന് പറഞ്ഞത്? ശശിയായി. എടാ, എന്നെ അങ്കിൾ കളിക്കാൻ വിട്ടു. എന്നാ വാ, നമുക്ക് കളിക്കാം. അല്ല, നിക്ക് നിക്ക്, ഞാനുമുണ്ട്. എവിടത്തേക്ക്? കളിക്കാൻ തന്നെ, ഞാനും കളിക്കാൻ പോകുന്ന. അയ്യോ, കളിക്കാനുള്ള ഒരു പ്രായം കുഞ്ഞും ബാവയാന്ന വിചാരം. എന്റെ കുഞ്ഞാമി, നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? കുഞ്ഞിപ്പാത്തുന്റെ വീട്ടില്. എന്നാ പിന്നെ കുഞ്ഞിപ്പാത്തുവിന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞും ഭർത്താനും പറഞ്ഞിരിക്കെ. അല്ലാണ്ട് കുഞ്ഞി പിള്ളേറെ ബേക്ക് തന്നെ പോകാൻ നിൽക്കല്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ കുഞ്ഞാമ്മി? അതുകൊണ്ട് കിട്ടിയ സമയം നീ ആ കുഞ്ഞിപ്പാത്തുവിനോട് വല്ലതും പറഞ്ഞിവിടെ ഇരിക്കെ. ഒന്നുമില്ലെങ്കിലും നിന്റെ സഹോദരിയല്ല അവൾ. നിനക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാകില്ലേ? എന്നാൽ പോട്, നീ ഈ പിള്ളേരുടെ പിറകിൽ നടക്കാണ്ട് അങ്ങ് അകത്തേക്ക് പോട്. എന്നാൽ ഞാൻ പോയിട്ട് കുഞ്ഞിപ്പാത്തുവിനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. ആ, അതാ നല്ലത്. അവളോട് പോയിട്ട് വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കെ. എടി കുഞ്ഞിപ്പാത്തുവോ, ഇനി എനിക്ക് പണ്ടൊരു 50 ഉറുപ്പ്യ തരാനില്ലേ? അതെന്താ നീ തരാത്തത്? എന്റെ പടച്ചോനെ, ഇവൾ പ്രശ്നം ഉണ്ടാക്കാനാ പോകുന്നത്. കുഞ്ഞാമിയെ പോല പോല. അപ്പോൾ ശരിക്കും വട്ട് തന്നെയാണോ നിന്റെ ഏന്റിക്ക്? വട്ടൊന്നുമില്ലടാ, വെറുതെ ഡോക്ടർ 2 ദിവസത്തേക്കൊന്ന് നോക്കുവാൻ ഇവിടെ നിൽപ്പിച്ചതാണ്. അല്ല, എന്നാൽ നീ ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കുവാൻ വരുന്നോ? നല്ല കഥ. ഈ വീട്ടിൽ തന്നെ എന്റെ മമ്മി താമസിക്കാൻ വിട്ടില്ല, പിന്നെ കാല് പിടിച്ചത് കൊണ്ട് വിട്ടതാണ്. എന്നാലും നീ ഒന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ നിന്റെ അങ്കിൾ വിടും. നീ ഒന്ന് പോടാ വിടുന്നേ. ഞാൻ ചോദിക്കുകയൊന്നുമില്ല, എന്തായാലും അങ്കിൾ വിടില്ല. നോക്കടാ, ഒരു പാവപ്പെട്ട ചെറുക്കൻ. പാവം, കീറിയ ബനിയനാണ് ധരിച്ചത്. നീ ഇവനെ കൊണ്ടാണ് പാവപ്പെട്ടതെന്ന് പറഞ്ഞത്? ആ, നിനക്ക് അവൻ ആരാണെന്ന് മനസ്സിലായിനാ? നിന്നോട് ഞാൻ എപ്പോഴും സ്കൂളിൽ നിന്ന് പറയാറില്ലേ ഒരു ഷിബുവിനെ പറ്റി? ഏത്, ആ കുരുത്തം കെട്ട ഷിബുവോ? ആ, അവൻ തന്നെയാണിത്. എന്നിട്ട് ഇവനെന്താടാ ഇങ്ങനെ ഒരു കീറിയ ഡ്രസ്സും ഇട്ട് നടക്കുന്നത്? എടാ പൊട്ട, അവൻ അത് കീറിയ ഡ്രസ് ഇട്ടതല്ല, അവൻ മോഡലാക്കി ഇട്ടതാണ്. മോഡലാ? ഇതെന്ത് മോഡലാ? അത് തന്നെ അവന്റെ കളി. എല്ലാവരെ കൊണ്ട് പറയിപ്പിച്ച് നടക്കുകയും കുരുത്തക്കേടും. നീ വിചാരിക്കും പോലെ ചെറിയ കുരുത്തക്കേടൊന്നുമല്ല അവന്റെ അടുത്തുള്ളത്. എടാ സൽമാനെ, എന്താ നീ എന്താടാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ചുമ്മാ വെറുതെ ഒന്ന് ഇരിക്കാൻ വന്നതാണ്. എന്നാൽ എഴുന്നേൽക്ക്, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. ആഹാ, എഴുന്നേൽക്കുവാനോ? അതിന് ഞങ്ങളല്ലേ ഇവിടെ ആദ്യം ഇരുന്നത്. അതിനെന്താ, നിങ്ങൾ ഇത്രയും സമയം ഇരുന്നില്ലേ? ഇനി ഞാൻ ഇരിക്കട്ടെ. ആഹാ, നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഇതാ അവിടെങ്ങാനും ഇരുന്നോ. ഡാ, നിന്നോട് മര്യാദയ്ക്ക് എഴുന്നേൽക്കുവാനാ പറഞ്ഞത്. ഡാ സൽമാനെ, വാ നമുക്ക് എഴുന്നേൽക്കാം. നീ ഒന്ന് മിണ്ടാതിരുന്നേ. ഇവൻ എന്തിനു നമ്മൾ പേടിക്കണം? സൽമാനെ, നിന്നോടാണ് ഞാൻ പറയുന്നത്. ഡാ ഷിബു, നീ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട. നിനക്ക് ഈ ഷിബു ആരാണെന്നറിയാലോ. മര്യാദയ്ക്ക് ഇവിടെ നിന്നും എഴുന്നേറ്റോ. ഒന്ന് പോടാ അവിടുന്ന്. ഒന്ന് പോടേ. നിനക്ക് അവൻ കൂടെയുള്ള ധൈര്യമായിരിക്കും ഇതിലേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഈ ഷിബു ഇപ്പോൾ വരും. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അവരിതെവിടെയാ പോയത്? നമ്മളെ പേടിപ്പിക്കുവാൻ വല്ല ആയുധവും എടുക്കാൻ പോയതായിരിക്കും. ആയുധമോ? നീ എന്ത് പണിയാടാ ചെയ്തത്? എന്താ എന്തൊക്കെന്താന്ന്? നീ അവനോട് വെല്ലു വിളിച്ചിട്ട് അവനിപ്പോൾ വല്ല ആയുധവും എടുത്ത് വരില്ലേ? അതിനെന്താ, അവൻ വന്നോട്ടെ. എന്നാൽ നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോകുന്ന. നീ ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് പേടിയില്ലെങ്കിലും എനിക്ക് പേടിയുണ്ട്. എടാ നിക്കടാ അവിടെ, ഞാനും വരുന്നേ. നീ ആ ഷിബുവിന്റെ വെല്ലു വിളിച്ചതല്ലേ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നോ. എടാ ഇക്രു, അത് പിന്നെ ഞാൻ നീയുള്ള ധൈര്യത്തിൽ വെല്ലു വിളിച്ചതാണ്. ഞാനുള്ള ധൈര്യത്തിലാ? ആടാ, അല്ലാതെ ഞാൻ അങ്ങനെ വെല്ലു വിളിക്കുമോ? ഒന്ന് പോടാ അവിടുന്ന്. നീ എങ്ങനെയാടാ എന്റെ ധൈര്യത്തിൽ വെല്ലു വിളിക്കുന്നത്? അത് പിന്നെ അവന്റെ മുന്നിൽ നിന്ന് വലിയ ആളാകാൻ നോക്കിയതാ. എന്നാൽ നീ അവിടെ നിന്ന് വലിയ ആളായിക്കോ.
പൊയ്ക്കോ, ഞാൻ പോകുന്ന, എനിക്ക് പേടിയാ. ഏടാ ഇക്രു ഇക്രു നിൽക്കടാ, ഞാനുമുണ്ട്. ആ ഷിബു വരുന്നതിന് മുന്നേ വേഗം രക്ഷപ്പെടുന്നതാ നല്ലത്. നിൽക്കടാ അവിടെ. ഡാ ഇക്രു, നീ ഒന്നും മിണ്ടണ്ട. മര്യാദയ്ക്ക് കളിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്റെ കൂടെ വന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാ ഞാൻ അങ്കിളിനോട് സമ്മതവുമാക്കിയത്. എന്നിട്ട് നീയോ കാണുന്ന ആൾക്കാരോടൊക്കെ വെല്ലുവിളിച്ച് നടക്കുകയാ. എടാ അത് പിന്നെ ഞാൻ ആ സമയം അവനെ കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ വെല്ലുവിളിച്ചതാ. നീ വെല്ലുവിളിച്ച് അവിടെ തന്നെ നിന്നോ, ഞാനില്ല നിന്റെ കൂടെ നടക്കാൻ. എടാ പ്ലീസ്. ഓന്റെ ഒരു പ്ലീസ്. പ്ലീസ് അല്ല പ്ലൂസാ. അവനല്ലേ അത്? എടാ ഷിബു. ഷിബു അല്ല, സൽമാന്. എടാ പൊട്ട, ഞാൻ നിന്നെ അല്ല വിളിച്ചത്. നീ അത് നോക്ക്, അവിടെ ഷിബു. എടാ ഷിബു. ഷിബു അല്ല, ഇക്രു. അതിന് ഞാൻ നിന്നെ വിളിച്ചതല്ല, ഷിബു വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. എടാ അവൻ നമ്മളെ നോക്കിയിട്ടാടാ വരുന്നത്. നമ്മളല്ല, നിന്ന. എന്റെ കൂടെ നിന്നെയും അവൻ കണ്ടതല്ലേ, അപ്പോൾ നിന്നെയും നോക്കിയിട്ട് തന്നെ അവൻ വരുന്നത്. ഓടിക്കോ. എടാ മനു, അവർ രണ്ടുപേരുമാണത്. വേഗം വാ, അവരെ ഇപ്പോൾ തന്നെ ശരിയാക്കാം. എടാ അവർ നമ്മളെ കണ്ടു. ഇനി എന്താടാ ചെയ്യാ? നമുക്ക് നിന്റെ അങ്കിളുടെ അടുത്തേക്ക് ഓടിയാലോ? അത് വേണ്ട, അങ്കിൾ ആദ്യമേ പറഞ്ഞേക്ക് കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുതെന്ന്. എന്നാൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. വേഗം വാ, നമുക്ക് ഈ വീടിന്റെ പിന്നിൽ ഒളിക്കാം. എടാ നമ്മളിതെവിടെയാ കയറിയത്? പശുവിന്റെ ആലയില്. എടാ ഇവിടെ ഒളിച്ചാൽ ആ പശുവെല്ലാം കൂടി നമ്മളെ ചവിട്ടി തെറിപ്പിക്കും. അതന്നെ, എന്തായാലും നമുക്ക് ഇവിടെ ഒളിക്കണ്ട, ഇതിന്റെ പുറത്ത് ഒളിക്കാം. എന്നാ വാ. എവിടെയാണ് ഒളിക്കാൻ? ഒരു സ്ഥലവും കാണുന്നില്ലല്ലോ. ആടാ എനിക്ക് പേടിയാകുന്നു. ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് നിനക്ക് സമാധാനമായില്ലേ? ഡാ അങ്ങനെയൊന്നും പറയല്ലടാ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാ? എനിക്ക് പേടിയാകുന്നുണ്ട്. ഡാ അവരിപ്പോൾ നമ്മളെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. എനിക്ക് പേടിയാകുന്നു. ഡാ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? ഡാ നമുക്ക് ഈ കാണുന്ന പുല്ലിൽ കുറച്ചു സമയം ഒളിച്ചു നിന്നാലോ? നീ ഒന്ന് പോടാ അവിടുന്ന്, എന്നിട്ട് വേണം ദേഹം മുഴുവൻ ചൊറിയുവാൻ. ഡാ ചൊറിഞ്ഞാലെന്താ, അവരുടെ കയ്യിൽ നിന്ന് ഇടികിട്ടില്ലല്ലോ. നീ ഇങ്ങ് വാ. എന്താടാ? ഡാ നമുക്ക് ഈ പുല്ലിൽ ഒളിച്ചു നിൽക്കാം, അതല്ലാതെ വേറൊരു വഴിയും ഇപ്പോൾ ഇല്ല. ഡാ അത് വേണോ? എന്നാൽ നീ എവിടെ നിന്നോ, ഞാനിതിൽ ഒളിച്ചിരിക്കാം. എടാ ഞാനുമുണ്ട്. ഇന്ന് വേഗം വാ. എടാ പൊട്ട, നീ ഇവിടെ ഇരുന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന. എടാ അത് പിന്നെ ഈ പുല്ല് മൂക്കിൽ കയറിയപ്പോൾ തുമ്മിപ്പോയതാ. മര്യാദയ്ക്ക് ആ പുല്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കെ. കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ട് തലയിൽ വെച്ചോ, എന്നാൽ അവർക്ക് തീരെ മനസ്സിലാകില്ല. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവരെവിടെ പോയിരുന്നാലും അവരെ ഞാൻ കണ്ടുപിടിക്കും. എന്തായാലും അവരിതിന്റെ പരിസരത്ത് തന്നെയുണ്ട്. വാ, അവരെ കണ്ടുപിടിച്ചിട്ട് തന്നെയാ ബാക്കി കാര്യമുള്ളൂ. പശു. നീ ഇപ്പോഴാണ് പശുവിനെ കാണുന്നത്? ഇവിടെ കുറെ പശുവുണ്ട്. അതല്ലട പൊട്ട, ആ പശു ഇങ്ങോട്ടേക്ക് വരുമോ? ഏയ് ഇല്ലടാ, അതെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? എടാ പൊട്ട, അത് പുല്ല് തിന്നാൻ വരില്ലേ? അത് വന്നോട്ടടാ, അത് പുല്ല് തിന്നോട്ടെ, അതിന് നിനക്കെന്താ? എടാ പൊട്ട പൊട്ട പൊട്ട, പുല്ലിന്റെ ഉള്ളിലല്ലേ നമ്മളുള്ളത്. പറയും പോലെ അത് ശരിയാണല്ലോ. അത് മുഴുവൻ പുല്ല് തിന്നാൽ പിന്നെ നമ്മൾ പുറത്തായില്ലേ? അത് തന്നെയല്ലടാ ഞാൻ പറഞ്ഞത്. എടാ അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആടാ അത് മുഴുവൻ പുല്ല് തിന്ന് തീർക്കുമോ? അതിവിടെ എത്തി. നമുക്ക് പശുവിനെ പേടിപ്പിച്ചാലോ? അതെങ്ങനെയാടാ പൊട്ട പശുവിനെ പേടിപ്പിക്കുക? നമുക്ക് ഈ പുല്ല് ഇളക്കി ഇളക്കി കളിക്കാം, അത് കണ്ട് പശു പേടിച്ചോടിപ്പോകും. എന്നാൽ നീ അങ്ങനെ ചെയ്യ്. ഈ പശു പുല്ലളകുന്നത് കണ്ടിട്ട് വേഗം വരികയാണ് ചെയ്യുന്നത്. ഇനിയൊന്നും ചെയ്യാ. ചിലപ്പോൾ പശു കുറച്ച് പുല്ല് തിന്നിട്ട് അങ്ങ് തിരിച്ചു പോകുമായിരിക്കും. അങ്ങനെ പോയിട്ടില്ലെങ്കിലോ? നമുക്ക് നോക്കാം അങ്ങനെ പോകുമോ എന്ന്. ഈ പശുവിന് വരാൻ കണ്ട സമയം. എടാ പശു പുല്ല് തിന്നാൻ തുടങ്ങി. പേടിക്കണ്ടടാ, അതൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോ,
ദുഷ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ, ഈ പശു എന്റെ തലയിലിരിക്കുന്ന പുല്ലാണ് തിന്നുന്നത്. എടാ പശു, തിന്നത് മതിയടാ, ഇനി എവിടെയെങ്കിലും ഒന്ന് പോട്. നീ ശബ്ദമുണ്ടാക്കലടാ, ആ പശു നിന്നെ കണ്ടാൽ ചവിട്ടി തെറിപ്പിക്കും. അയ്യോ സൽമാനെ, എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. നീ സൗണ്ട് എടുക്കലടാ പൊട്ട. അയ്യോ എന്താടാ? എടാ, ആ പശു എന്റെ കാല് മണത്ത് നോക്കുന്നേ. മണത്ത് നോക്കുന്നല്ലേ ഉള്ളൂ, അതിന് നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണോ? അയ്യോ എന്താടാ? എടാ, അതെന്റെ പേന്റ് മണത്ത് നോക്കുന്നേ. എടാ, അത് മണത്ത് നോക്കുകയേ ചെയ്യുള്ളൂ, വേറൊന്നും ചെയ്യില്ല. എടാ, എനിക്ക് പേടിയാകുന്നേ. അയ്യോ എടാ, ഇതെന്റെ പേര് പിടിച്ച് വലിക്കുന്നേ. അയ്യോ എടാ, നീ എന്താടാ പശുവിന്റെ തലയിൽ കയറിയിരിക്കുന്നത്? എടാ പൊട്ട, ഞാൻ പശുവിന്റെ തലയിൽ കയറി ഇരുന്നതല്ല, എന്റെ ട്രൗസർ പശു കടിച്ചു പിടിച്ചിട്ടാണുള്ളത്. ഈ പശു കടിച്ചിക്കാ? അവിടുന്ന് കിന്നാരം ചോദിക്കാണ്ട് എന്നാ നീ രക്ഷിക്കട പൊട്ട. എടാ, എനിക്ക് പേടിയാകുന്നേ. എടാ, നീ തുള്ളേ തുള്ളേ. എവിടെ തുള്ളുന്നേ? ഞാനെന്നാ തുള്ളി കളിക്കാൻ തവളയാ? അതല്ലടാ, നീ മുന്നോട്ടേക്ക് ചാട്. എടാ, അപ്പോൾ എന്റെ ട്രൗസർ കീറിപ്പോകും. എന്നാൽ ട്രൗസർ കീറുന്നത് നോക്കി നീ അവിടെ തന്നെ നിന്നോ, ആ പശു ഇപ്പോൾ നിന്റെ ചന്തി കടിക്കും. എടാ, രക്ഷിക്കടാ, രക്ഷിക്ക്. അതെന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, നീ മുന്നോട്ടേക്ക് ചാട്. സൽമാനെ, ആ പശു ഓടിപ്പോയി. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് പിന്നെ നീ എന്തിനാടാ വെറുതെ ചിരിക്കുന്നത്? എന്താടാ, ഒന്ന് മര്യാദയ്ക്ക് പറ. എടാ, എനിക്ക് ചിരി പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അതിന് ചിരിക്കാൻ മാത്രം എന്നാ ഉള്ളത്? എനിക്ക് ചിരിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാണ് ഇതിന് മാത്രം ചിരിക്കാനുള്ളത്? നീ ഒന്ന് താഴോട്ട് നോക്കിയേ. നീ ഒരു ഓട്ടമുള്ള ഷഡ്ഡിയും മുട്ടിട്ടാണുള്ളത്. പറയും പോലെ എന്റെ ട്രൗസറും എടുത്തിട്ട് ആ പശു പോയല്ലോ. ഞാനിതെങ്ങനെയാണ് തിരിച്ചു പോവുക? ഓട്ടയുള്ള ഷഡ്ഡി. സൽമാനെ, ഒന്ന് പോടാ അവിടുന്ന്, കളിയാക്കാതെ. ഞാൻ കളിയാക്കിയതല്ലടാ, ഞാൻ നിന്നോട് കാര്യം പറഞ്ഞതല്ലേ. അവിടുന്ന് ചിരിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ. എന്ത് വഴിയാടാ നിനക്ക് പറഞ്ഞു തരേണ്ടത്? ഓട്ട തുന്നാൻ സൂചി വേണോ നിനക്ക്? സൽമാനെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനിതെന്താക്കാനാടാ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, ഞാനിങ്ങനെ തിരിച്ചു പോവുക. നീ തൽക്കാലം ഈ പുല്ലിനെ കൊണ്ട് മറച്ചു നടക്ക്. അതെങ്ങനെയാടാ പുല്ലിനെ കൊണ്ട് മറയ്ക്കുക? അത് കുറച്ച് പുല്ലെടുത്തിട്ട് നിന്റെ അരയിൽ കെട്ട്. ആ, അങ്ങനെ തന്നെ. ഇനി എഴുന്നേൽക്ക്. എന്റെ അല്ലാ, ഫുൾ ബിറ്റ് തന്നെ ഇവനെ കാണാൻ. എനിക്ക് ചിരി നിർത്താനാകുന്നില്ല. സൽമാനെ, എന്നാ ഇതിന് മാത്രം ചിരിക്കാനുള്ളത്? നീ കുറെ സമയമാണ് ചിരിക്കുന്നത്. എനിക്ക് നിന്റെ കോലം കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലടാ. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ആ പശു എന്റെ ട്രൗസറും കൊണ്ട് പോയത് കൊണ്ടല്ലേ ഞാൻ ഈ പുല്ലിങ്ങനെ ഇട്ട് നടക്കുന്നത്. അത് നീ കണ്ടതില്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാടാ ഞാൻ ചിരിക്കുന്നത്. നീ ഇങ്ങനെ പുല്ലും ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലടാ. സൽമാനെ, എനിക്ക് ദേഷ്യം പിടിച്ചങ്ങ് എത്തുന്നുണ്ട്. എന്താടാ, ഈ പുല്ല് ദേഹത്ത് ചുറ്റിയിട്ട് എനിക്ക് ചൊറിയുന്നു. എന്റെ അല്ലാ, ഫുൾ ബിറ്റ് തന്നെ. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ഇവന്റെ കളി കണ്ടിട്ട്. സൽമാനെ, നിന്നോടാണ് ചിരി നിർത്താൻ പറഞ്ഞത്. ഇനി ഞാൻ ചിരി നിർത്തിയിട്ടില്ല. നീ ശരിക്കും ചിരി നിർത്ത്. ഞാൻ ശരിക്കും ചിരി നിർത്തി. ഇപ്പോൾ ഞാൻ ചിരി നിർത്തി. ഇനി ചിരിക്കില്ല. സൽമാനെ, നീ
നീ ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തിനാടാ ചിരിക്കുന്നത്? എടാ, അതിന് ഞാൻ നിന്നെ കണ്ടിട്ട് ചിരിച്ചതല്ലടാ, നിന്റെ അവസ്ഥ കണ്ടിട്ട് ചിരിച്ചതാ. അവസ്ഥയാ? എന്തവസ്ഥ? എടാ, നീ അതൊന്ന് നോക്കിയേ. എന്ത്? എന്താടാ, ഞാനൊന്നും കാണുന്നില്ലല്ലോ. എടാ, നീ അവിടെ രണ്ട് പെൺകുട്ടികളെ കാണുന്നില്ലേ? ആ, കാണുന്നുണ്ട്. അതിനെന്താ? എടാ പൊട്ട, നിനക്ക് അവരെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? അവരെ കണ്ടിട്ട് എന്ത് തോന്നുവാനാ? ആ, അവർ നല്ല മോഡലിംഗ് ആണെന്ന് തോന്നുന്നു. എടാ സൽമാനെ, അവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവർ വേറെ ഏതോ സ്ഥലത്തുള്ള പെൺകുട്ടികളാണെന്നാ. അല്ലട പൊട്ട, നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന്? എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരെ കാണുമ്പോൾ എനിക്ക് നല്ല മോഡലുള്ള പെൺകുട്ടികളെ പോലെയാണ് തോന്നുന്നത്. ഈ പൊട്ടന് കാര്യം മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. എടാ പൊട്ടൻ ഇക്രു, അവര് നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ എന്താടാ വിചാരിക്കുക? പറയുമ്പോൾ അത് ശരിയാണല്ലോ. നീ ഇങ്ങനെ പുല്ലും ചുറ്റി നിൽക്കുന്നത് അവർ കാണണ്ട. അവർ കണ്ടാൽ നീ നാണം കെട്ടുപോകും. എടാ പൊട്ട, അവിടുന്ന് ചിരിക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാനിതെങ്ങനെ രക്ഷിക്കുവാനാ? അവരിപ്പോൾ നിന്നെ കണ്ടാൽ കളിയാക്കി കളിയാക്കി ചിരിക്കും. അവരിപ്പോൾ ഇങ്ങോട്ട് എത്തും. എടാ, അതിന് നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അയ്യോ, നോക്കിയേ, അവരിങ്ങോട്ട് എത്തി. എടാ പൊട്ട, നീ ഒന്ന് ചിരി അടക്ക്. എടാ, അതിന് ഞാൻ നിന്നെ ആലോചിച്ചിട്ട് ചിരിച്ചതല്ല. നീ അവരുടെ കോലം നോക്ക്, നല്ല ബിറ്റുണ്ട് അവരെ കാണുവാൻ. എടാ പൊട്ട, നീ ഇങ്ങനെ വെറുതെ ചിരിച്ചോണ്ട് നിന്നാൽ അവർ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. എടാ, അവരിപ്പോൾ ഇങ്ങോട്ടെത്തും. നീ എന്റെ മുന്നിൽ തന്നെ നിൽക്ക്, എന്നാൽ അവർ ഈ പുല്ലിനെ കൊണ്ടുള്ളതൊന്നും കാണില്ല. ഞാൻ നിൽക്കില്ല, അവർ കാണട്ടെ, എന്നിട്ട് നീ നല്ലോണം ശശിയാകട്ടെ. എടാ ദുഷ്ട, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഹായ് ഹായ്, വാവ്, വെരി നൈസ്. ഡായ്ക്ര, നീ ഇത് കണ്ടോ? അവർ എന്നെ കൊണ്ട് പറഞ്ഞത് ഞാൻ വെരി നൈസ് ആണെന്ന്. ഇവനെ കൊണ്ട് തന്നെയാണോ അവർ പറയുന്നത്? അതെ അതെ, വെരി നൈസ്, എനിക്കും ഇഷ്ടപ്പെട്ടു. ഓ, താങ്ക് യു താങ്ക് യു. ഡായ്ക്ര, നീ ഇതൊന്നും കണ്ട് അസൂയപ്പെടണ്ട കേട്ടോ. ബൈ ദ ബൈ, ഞാൻ സൽമാൻ. ഓ മാൻ, ഒന്ന് മാറി നിൽക്കുമോ? വെറും മാനല്ല, സൽമാൻ. ഓ സൽമാൻ, താങ്കൾ കുറച്ചിങ്ങോട്ട് മാറി നിൽക്ക്. ഡായ്ക്ര, അവരെന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത് കേട്ടോ? അതെന്തിനാ? വേറെന്തിനി? എന്നോട് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടാകും. ഹേയ് സൽമാൻ, ആ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഹലോ, ഇങ്ങ് വാ, ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. അയാൾ എന്തിനാണ് അങ്ങോട്ട് മാറി നിന്നത്? എനിക്കറിയില്ല, ചിലപ്പോൾ വല്ല വട്ട് കേസുമായിരിക്കും. അത് തന്നെ. എന്തായാലും നീ ഇത് നോക്ക്, വെരി നൈസ്. ഇവൾമാരിത് എന്താ പറയുന്നത്? ഹായ്. ഹായ്, ഞാൻ അരുണി. അരണയാ? അരണയല്ല, അരുണി, അരുണിമ. ഇതെന്റെ കസിൻ ദിയ. ഹായ്. ഹായ്. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഞങ്ങൾ തൃശ്ശൂരാണ് ജനിച്ചത്, പക്ഷേ വളർന്നത് മുഴുവനും അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. ഞങ്ങൾക്ക് മലയാളം സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല. അല്ല, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെയാണോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? വേറൊന്നും കൊണ്ടുമല്ല, നിങ്ങളുടെ ഈ ഡ്രസ്സിംഗ് മോഡൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും. ഇവരിതെന്താ പറയുന്നത്? എന്റെ ഡ്രസ്സിംഗ് ഇഷ്ടപ്പെട്ടെന്നോ? എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഇവരിങ്ങോട്ട് വരുന്ന കോലമില്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് തന്നെ പോയി നോക്കാം. അല്ലടി, നല്ല ഭംഗിയുണ്ട് കാണുവാൻ അല്ലേ? അതെല്ലാവരും എന്നോട് പറയാറുണ്ട്. എന്ത്? എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതിന് തന്നോടാണോ ഞങ്ങൾ പറഞ്ഞത്? എന്റോടല്ലേ? ഡായ്ക്ര, ഇവരിതെന്താ പറയുന്നത്? അപ്പോൾ നിനക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഇല്ലടാ, അവരിതെന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് നിന്നെ കൊണ്ട് വട്ടനെന്നും എന്നെ കൊണ്ട് വളരെ ഭംഗിയുണ്ടെന്നും. എന്ത്? എന്നെ കൊണ്ട് വട്ടനെന്നോ? ആടാ, നിന്നെ കൊണ്ട് വട്ട് കേസെന്നാ അവർ പറഞ്ഞത്. സാരയില്ല, പോട്ട്. നീ നേരത്തെ എന്നെ കുറെ കളിയാക്കിയതല്ലേ, അത് നേരെ തിരിച്ച് നിനക്ക് തന്നെ വീണു. അല്ല, നിങ്ങളുടെ ഈ ട്രൗസർ നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്? ഞാന് രമേശന്റെ പീടിയിൽ നിന്ന്. നിങ്ങളുടെ ഈ വള്ളി ട്രൗസറിന്റെ കാര്യമല്ല പറഞ്ഞത്.
ദാ, അയാളുടെ ആ മോഡൽ ട്രൗസറിന്റെ കാര്യമാണ്. ആദ്യത്തെ ട്രൗസർ. അയ്യേ, ഈ പുല്ല് ചുറ്റിയതിനാണോ മോഡൽ ട്രൗസർ എന്ന് പറഞ്ഞത്? പറയൂ, അത് എവിടെ നിന്നാണ് ശരിക്കും വാങ്ങിയത്? വേറെ എവിടെ നിന്ന്? ആ പുല്ലിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ. ഇത് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ടൂർ പോയപ്പോൾ വാങ്ങിയതാണ്. എന്ത്? സ്വിറ്റ്സർലാൻഡിൽ ടൂർ പോയപ്പോൾ വാങ്ങിയതാണെന്നോ? ഇരിക്കട്ടടാ. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയില്ലടാ. എന്നാൽ മലേഷ്യയിൽ നിന്നാണെന്ന് പറഞ്ഞാലോ? എന്തായാലും വെരി നൈസ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ അതെ. ഓ, താങ്ക് യു താങ്ക് യു. എന്തായാലും ഇതുപോലത്തെ ഒരു ട്രൗസർ എനിക്കും വാങ്ങണം. എനിക്കും. എന്നാൽ അരുണി, വാ നമുക്ക് പോകാം. ആ, ഓക്കെ. എന്നാൽ ശരി, ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ഇക്രു. ഓ, നല്ല പേര്. എന്റെ പേര് സൽമാന്. അത് നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയും പറഞ്ഞോണ്ട് നിൽക്കണോ? സാരയില്ലട്ടാ. എന്റെ ഒരു കാര്യം, എത്രയാ ഫാൻസ് ഉള്ളത്? നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ശശിയാകുമെന്ന് പറഞ്ഞിട്ട് അവസാനം നീ തന്നെ ശശിയായല്ലോ. അത് ആലോചിച്ചിട്ട് എനിക്ക് ചിരി വന്നതാ. അയ്യോ, ഫുൾ ബിറ്റ് തന്നെ. വേഗം നടക്കടാ. നീ എന്റെ മൊഞ്ച് നോക്കി നിൽക്കുന്ന? അയ്യോ, നോക്കി നിൽക്കാൻ പറ്റിയ മൊഞ്ചല്ലേ? അതല്ല, പിന്നെന്താ നീ ഇങ്ങനെ പിറകോട്ട് നോക്കി നിൽക്കുന്നത്? അത് നീ എന്റെ പിറകിൽ തന്നെ ഉണ്ടോന്ന് നോക്കിയതാ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ പിറകിലുണ്ടെന്ന് കണ്ടില്ലേ? എന്നാ പിന്നെയും എന്തിനാ ഇങ്ങനെ വായുമ്പോൾ നോക്കുന്നത്? അങ്ങ് നടന്നോറോ? നടക്കുന്നത് തന്നെയാ. സ്പീഡിൽ അങ്ങ് നടന്നോടെ. എനിക്ക് മനസ്സിലായിക്ക് നീ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ നടക്കുന്നതെന്ന്. എന്തിനാ? എന്റെ ഈ മോഡൽ ട്രൗസർ കണ്ടിട്ട് നിനക്ക് അസൂയയായിട്ടല്ലേ? എന്ത്? നിന്റെ മോഡൽ ട്രൗസർ എന്നോ? അയ്യേ, ഈ പുല്ലിനെ കൊണ്ട് കെട്ടിയത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടേണ്ടത്? പുല്ലിനെ കൊണ്ട് കെട്ടിയതൊക്കെ തന്നെ. പക്ഷേ ഈ പുല്ലിനെ കൊണ്ട് കെട്ടിയത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ 2 പെൺകുട്ടികൾ ഇവിടെ നിന്നും പോയത്. അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഇതുപോലത്തെ ട്രൗസർ അവർക്കും വേണമെന്ന്. അവർക്ക് ബുദ്ധിയില്ലാത്തത് എന്റെ കുഴപ്പമാണോ? ഏയ്, അവർക്ക് ബുദ്ധിയില്ലാത്തത് നിന്റെ കുഴപ്പമല്ല, നിനക്ക് ബുദ്ധിയില്ലാത്തതാണ് നിന്റെ കുഴപ്പം. നീ ഓരോന്ന് പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടാ. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. ഓ, പിന്നെ ഇതല്ല നിന്റെ സത്യം. ആരെങ്കിലും കാണും മുന്നേ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. സൽമാനെ, അസൂയക്ക് മരുന്നില്ല കേട്ടാ. ഞാനെന്തിനാ അസൂയപ്പെടണം? നീ പുല്ലും ചുറ്റി നിൽക്കുന്നത് കണ്ടിട്ട് ഞാനെന്തിനാണ് അസൂയപ്പെടുന്നത്? നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായിക്കും നിനക്ക് നല്ല അസൂയയുണ്ട്. നേരത്തെ വന്ന പെൺകുട്ടികൾ എന്നെ കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോഴേ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. നിനക്ക് നല്ല അസൂയുണ്ട്. നീ ഒന്ന് പോടാ അവിടുന്ന്. അസൂയ വെക്കാൻ പറ്റിയ സംഭവമല്ലേ? അതാ പിന്നെയും വരുന്നുണ്ടല്ലോ. ആര്? വേറെ ആര്? ദാ അങ്ങോട്ട് നോക്ക്. അത് അവരില്ലേ, നേരത്തെ വന്ന പെൺകുട്ടികള്? അവര് തന്നെ. ഇവരുടെ ഒരു കാര്യം. എന്ത് കാര്യം? ഡാ, അവര് തിരിച്ച് പിന്നെയും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിനോ? എന്തിനാ? വേറെ എന്തിന്? എന്നെ കാണാൻ തന്നെ. എന്ത്? നിന്നെ കാണാനോ? എന്നെ കാണാനല്ല, എന്റെ ട്രൗസർ കാണാന്. അങ്ങനെ പറ. ഹലോ, നിങ്ങൾ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? അതൊന്നുമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാൻ നോക്കുകയാണ്. എടാ സൽമാനെ, നീ ഒന്ന് മുന്നിൽ നിന്ന് മാറിയേ. അതെന്തിനാ? അവിടുന്ന് കിന്നാരം പറയാണ്ട് മുന്നിൽ നിന്ന് മാറടാ പൊട്ട. അവർ നിന്നെ കാണാൻ വന്നതല്ല, എന്നെ കാണാൻ വന്നതാ. എന്താ നിങ്ങൾക്കൊരു രഹസ്യം പറച്ചിൽ? അത് ഞാൻ അവനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അതിന് ഈ പശുവിനോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്ത്? പശുവെന്നോ? ആ, പശു തന്നെ. ഡി കോയി തലയുള്ളവളെ, നീ എന്ത് ധൈര്യത്തിലാടി എന്നെ പശു എന്ന് വിളിച്ചത്? ഓ മാൻ, വെറും മാനല്ലടി, സൽമാന്. ഓ സൽമാൻ, അവൾ നിന്നെയല്ല പശു എന്ന് വിളിച്ചത്. പിന്നെ ഏത് പോത്തിനെയാടി നീ പശു എന്ന് വിളിച്ചത്? അത് പിന്നെ ദാ നിങ്ങളുടെ പിറകിലുള്ള ആ പശുവിനെ തന്നെയാ. അവൾ ഈ പശുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അവൾ ഇതിനെ കൊണ്ടാടാ പറഞ്ഞത്. നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. നീ പിണങ്ങല്ലടാ. എന്തായാലും നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. താങ്ക് യുടാ, താങ്ക് യു. ഇനി ഞാൻ ഇവർക്കൊന്ന് ഈ ട്രൗസർ മര്യാദയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇന്നാ കണ്ടോ? എന്ത്? നിങ്ങൾ ഇപ്പോൾ എന്താ കാണാൻ വന്നത്? അത് തന്നെ.
ഇവനെന്താടി പറയുന്നത്? ആ എനിക്കറിയില്ല. ഇതാ മര്യാദയ്ക്ക് നോക്ക്. താൻ എന്താടോ പറയുന്നത്? ദാ, ഈ ട്രൗസറിന്റെ കാര്യം തന്നെ. നിങ്ങൾ താഴോട്ട് നോക്ക്. അയ്യേ, വൃത്തികെട്ടവൻ. ഈ എന്താ തന്റെ ഈ ഓട്ടയുള്ള ഷഡ്ഡി കാണുവാനാണോ താൻ താഴോട്ടൊക്കെ എന്ന് പറഞ്ഞത്? ഈ ഓട്ടയുള്ള ഷഡ്ഡിയാ? അയ്യേ, ദാ സൽമാനെ, എന്റെ ട്രൗസർ ഇവിടെ. പറയുമ്പോൾ അതെവിടെ പോയി? ഇവിടെ സൽമാനെ, കാര്യം പറയടാ, എന്റെ ട്രൗസർ ഇവിടെ. ട്രൗസറാ? ഏത് ട്രൗസർ? പൊട്ടോ, അവര് കേൾക്കും. ആ പുല്ലിനെ കൊണ്ട് ചുറ്റിയ സാധനമില്ലേ, അതെവിടെ? ചിരിക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കടാ, അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട്. കിട്ടണമെടാ, കിട്ടണം. നിന്റെ അഹങ്കാരത്തിന് കിട്ടിയതാ. എടാ പ്ലീസ് ഡാ, ഒന്ന് കണ്ടുപിടിക്ക്, ആ പുല്ല് എവിടെയാ പോയത്? എടാ ചിരിക്കാണ്ടൊന്ന് പറയടാ. നീ അതൊന്ന് നോക്കിയേ. ഈ പശു നിന്റെ ട്രൗസറും തിന്ന്, ആ പുല്ലും തിന്ന്. എടാ പശുവേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. എടാ, ആ പശു ഈ പുല്ല് തിന്നത് എനിക്ക് മനസ്സിലായില്ലടാ. അതുകൊണ്ടാ ഞാൻ അവരോട് ഇത് നോക്ക് പറഞ്ഞത്. സാരമില്ല, അവർ നോക്കിയപ്പോൾ ഈ ഓട്ടയുള്ള ഷഡ്ഡിയെങ്കിലും കണ്ടല്ല. എടാ സൽമാനെ, കളിയാക്കല്ലടാ. വൃത്തികെട്ടവൻ. വേഗം വാടി, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അതെ വൃത്തികെട്ടവന്മാർ. അയ്യോ, ഞാൻ അതിൽ പെട്ടവനല്ല. അവിടുന്ന് കിളിക്കാണ്ട് മാറി നിൽക്കടോ. ഓരോരു പേരാന്തന്മാർ ഇറങ്ങിയേക്ക്. പേരാന്തന്മാറാ? പിന്നെ താഴോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഓട്ടയുള്ള ഷഡ്ഡി കാണിച്ചു കൊടുത്താൽ പീരാന്തന്മാർ എന്നല്ലാണ്ട് വേറെന്താ നിന്നെ വിളിക്കേണ്ടത്? നീ കാരണം ഞാനും നാണം കേട്ടു. എടാ സൽമാനെ, എന്താ? നീ എനക്ക് കുറച്ച് പുല്ല് സംഘടിപ്പിച്ചു തരുമോ? ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്നിട്ട് അതും ചുറ്റൊന്ന് വേഗം നടക്കേ. ഈ പശുവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ എന്റെ ഈ ഓട്ടയുള്ള ഷഡ്ഡിയും കൊണ്ടായിരിക്കും പോവുക. നിക്ക്, ഞാനും വരുന്നേ. ഇപ്പൊ ഒന്ന് സെറ്റ് ആയത്. എല്ലാം ഓക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് വേഗം നടക്കുമോ? അല്ലട സൽമാനെ, നീ എന്തിനാടാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? അത് ശരി, എന്തിനാ തിരക്ക് കൂട്ടുന്നെന്നോ? നിനക്കൊന്നും അറിയില്ലേ? ആ ഷിബുവും അവന്റെ ഫ്രണ്ടും കൂടി ഇപ്പോൾ ഇങ്ങെത്തും. അവന്റെ കയ്യിൽ പെട്ടാൽ പിന്നെ നമ്മുടെ കാര്യം പോക്ക. അത് നീ പറഞ്ഞത് കാര്യ. അവര് വരും മുന്നേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം. എന്നാൽ ഇവിടെ നിന്നും ഓരോന്നിങ്ങനെ പറഞ്ഞു നിൽക്കാണ്ട് വേഗം നടക്ക്. അല്ലട സൽമാനെ, എനിക്കൊരു സംശയം. ഇവിടെ മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ വീടുകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? അതിനൊന്നുമില്ല. പക്ഷേ അതെന്താ അങ്ങനെ മാത്രമുള്ളത്? എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാളും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടാക്കിപ്പിക്കാം. എന്താ? അല്ല പിന്നെ. എടാ പൊട്ട നിക്രു, എന്താ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ പാവം കർഷകർ മാത്രമേ ഉള്ളൂ. അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. ഓ, അങ്ങനെയായിരുന്നില്ലേ? ആ, അങ്ങനെ തന്നെ. നിന്റെ സംശയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം നടക്ക്. ഓരോരു സംശയം കൊണ്ട് അവൻ ഇറങ്ങിക്ക്. ട്രൗസർ. സൽമാനെ, നീ എന്തിനാണ് എന്നെ ട്രൗസർ എന്ന് വിളിച്ചത്? ആ പശു തിന്നത് കൊണ്ടല്ലേ എന്റെ ട്രൗസർ നഷ്ടപ്പെട്ടത്. അതിന് നീ എന്നെ ട്രൗസർ എന്ന് വിളിച്ചിട്ട് കളിയാക്കണോ? നീ എന്റെ ഫ്രണ്ട് അല്ലേ? ഒരു ഫ്രണ്ട് ഇങ്ങനെ കളിയാക്കുമോ? ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്നാടാ നിന്നോട് പറഞ്ഞത്? നീ എന്നെ ഇപ്പോൾ ട്രൗസർ എന്ന് വിളിച്ചില്ലേ, അത് തന്നെ. ഓ എന്റെ ഇക്രു, എന്താ? എടാ പൊട്ട നിക്രു, ഞാൻ നിന്നെ ട്രൗസർ എന്ന് വിളിച്ച് കളിയാക്കിയതല്ല. നീ അത് നോക്കിയേ. അവിടെ ഒരു ട്രൗസർ കണ്ടതുകൊണ്ടാണ് ഞാൻ ട്രൗസർ എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ നിന്നെ ട്രൗസർ എന്ന് വിളിച്ചതല്ല. സൽമാനെ, അത് എന്റെ ട്രൗസർ അല്ലേ? നിന്റെ ട്രൗസറാ? ആടാ പൊട്ട, അത് എന്റെ ട്രൗസർ തന്നെയാ. നോക്കടാ, ഇത് തന്നെ എന്റെ ട്രൗസർ. എന്നാൽ ആ പശു ഇവിടെയായിരിക്കും ചിലപ്പോൾ നിന്റെ ട്രൗസർ കൊണ്ടിട്ടിട്ടുണ്ടാവുക. സമാധാനമായി. വേഗം ഇതിടാം. എന്നാൽ വേഗം പോയി നീ അതിട്. ഞാൻ വേഗം ഇത് മാറ്റിയിട്ട് വരാം. ഞാൻ കാണുന്നതിനാണോ ഇവൻ അവിടെ പോയിട്ട് മാറ്റുന്നത്? അവന്റെ പോക്ക് കണ്ടാൽ വിചാരിക്കും ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇത്രയും സമയം അവൻ എന്റെ മുന്നിൽ നിന്ന് തന്നെയല്ലേ ആ ഓട്ടയുള്ള ഷഡ്ഡിയും ഇട്ട് നടന്നത്. ഇവിടെയൊന്നും ആരുമില്ല. വേഗം ട്രൗസർ ഇടാം. എന്റെ പൊന്ന ട്രൗസറേ, നീ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാമോ? ഞാൻ പെൺകുട്ടികളുടെ മുന്നിൽ നാണം കെട്ടൊരു പരുവമായിക്കേ. എന്തായാലും സാരമില്ല, നിന്നെ ഇപ്പോൾ കിട്ടിയല്ലോ. പക്ഷേ നിന്നെ കടിച്ചു കൊണ്ടുപോയ ആ പശുവിനെ ഞാൻ വെറുതെ വിടില്ല. ആ പശുവിനിട്ട് ഞാനൊരു പണി എന്തായാലും കൊടുക്കും.
എന്നെ നാണം കെടുത്തിയത് ആ പശുവാ. എടാ ഇക്രു, നീ എന്നാ ചെയ്യുന്നത്? അയ്യോ സൽമാന്, അവൻ ഇപ്പോൾ വരും ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കുവാൻ. അതിനു മുന്നേ ഈ ട്രൗസർ വേഗം ഇട്ടിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ പോകാം. എത്ര നേരം കാത്തിരുന്നു എന്റെ ട്രൗസറിനെ. ഇത്രയും സമയം ഞാനിരുന്നു ട്രൗസർ ഇടുവാൻ. എന്റെ ചുവപ്പ് കളർ ട്രൗസർ ആണു നീ, പശു കടിച്ച ട്രൗസർ ആണു നീ. ഞാനൊരു സംഭവം തന്നെയാ. എത്ര പെട്ടെന്നാ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കുന്നത്. എടാ മനു, ഇതാ സൽമാന്റെ കൂടെയുള്ളവനാണ്. ഓഹോ, അപ്പോൾ ഇവനിക്കിട്ടും പണി കൊടുക്കണ്ടേ നമ്മൾ? ആ കൊടുക്കണം, രണ്ടുപേർക്കും കൊടുക്കണം. എന്റെ ട്രൗസറേ, നിന്നെ കണ്ടുപിടിച്ചു ഞാൻ, നിന്നെയും കണ്ടുപിടിച്ചു ഞാൻ. ഈ അതാരെ എന്റെ അടുത്ത് തന്നെ പാട്ട് പാടുന്നത്? അയ്യോ ഷിബു. ഷിബു അല്ല, ഷിബു. അയ്യോ ഇവരിതൊപ്പം വന്നു. പറഞ്ഞു തരാമെടാ നിനക്ക്. എടാ മനു, പിടിയടാ അവനെ. ഞാൻ പെട്ട്. അയ്യോ രക്ഷിക്കണേ. ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. മനു, പിടിയടാ അവരെ.